2026 സെപ്റ്റംബർ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. ജീവിതത്തിൽ ആകെ ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് പുരോഗതി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ തൊഴിലിലും പഠിപ്പിലും ഒക്കെ വളരെയധികം മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നു. പദവിയും അധികാരവും കീർത്തിയും സർവ്വ ഐശ്വര്യങ്ങളും ശ്രമിച്ചാൽ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദമ്പതിമാർക്ക് നല്ല രീതിയിലുള്ള ദാമ്പത്യം ലഭിക്കുന്നു. മാനസികപരമായും ശാരീരികപരമായും ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഡിപ്രഷൻ മുതലായ മനോവിചാരം ഉള്ളവർക്കും ശാന്തി കിട്ടുന്നു. നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയുള്ളവരെ കണ്ടെത്താനും അവരെ അകറ്റി നിർത്താനും നിങ്ങൾക്ക് സാധിക്കുന്നു. മക്കൾക്കുള്ള എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നു. അത് പിന്നെ പഠിത്തത്തിലുള്ള പ്രയാസമായിരുന്നാലും ആരോഗ്യത്തിലായിരുന്നാലും എല്ലാം മാനസികമായിരുന്നാലും എല്ലാം മാറിക്കിട്ടുന്നു. നിങ്ങളുടെ വീഴ്ചകൾ സ്വയം മനസ്സിലാക്കി അതിനെ തിരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു, പരിഹരിക്കുവാൻ സാധിക്കുന്നു. അഡീഷണലായി വേറൊരു ഇൻകം കൂടി, വരുമാനം കൂടി കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ആ വരുമാന മാർഗം കൂടി കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ശ്രമിക്കണം. ഏതെങ്കിലും രോഗമുണ്ടെങ്കിൽ അതിനും ചികിത്സ ലഭിച്ച് അത് മാറിക്കിട്ടുന്നു. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടെത്തി വിവാഹമോ വിവാഹ നിശ്ചയമോ നടത്താൻ സാധിക്കുന്നു. ഏറെ നാളായി മക്കളെ പിരിഞ്ഞിരിക്കുന്നവർക്ക് അവരെ കണ്ടെത്താൻ സാധിക്കുന്നു. കണ്ടതിൽ വളരെ സന്തോഷം ഉണ്ടാകുന്നു. കാരണം അവർ വിദേശത്തേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിക്കായിട്ടോ ദൂര സ്ഥലങ്ങളിൽ പോയിട്ടുള്ളവര് ചിലപ്പോൾ 1 വർഷമോ 1.5 വർഷമോ 2 വർഷം കൊണ്ടായിരിക്കും അവരെ നേരിൽ കാണുന്നത്. അതിനാൽ അവർക്ക് അതിനുള്ള ഒരു സന്തോഷം ലഭിക്കുന്നു. പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ സാധിക്കുന്നു. അമ്മയുടെ രോഗമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നു. കേസുകൾ കോടതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് വിജയം ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അശ്രദ്ധ കാട്ടിയാൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു. ശ്രദ്ധിച്ചാൽ മതി. സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് നല്ലതായിരിക്കും. ശരീരത്തിൽ ചില അലർജികൾ വരാൻ സാധ്യതയുണ്ട്. ആയതിനാൽ വ്യക്തി ശുചിത്വം പാലിക്കുക ഈ സമയം നല്ലതാണ്. കാലത്തും വൈകുന്നേരത്തും സോപ്പ് തേച്ചുള്ള കുടി വളരെ പ്രാധാന്യമായി 1 മാസമെങ്കിലും ചെയ്യുക. രക്തസംബന്ധമായ അണുബാധ ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. മാനഹാനി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മേലധികാരികളിൽ നിന്നും, അതായത് തൊഴിൽശാലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും സർക്കാരിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിലും വിദ്യാഭ്യാസ പരമായിട്ടുള്ള കാര്യം, അതായത് വിദ്യാർത്ഥികളാണെങ്കിൽ തന്നെയും അവരുടെ മേലധികാരികളിൽ നിന്ന് ശകാരം, താക്കീത് എന്നിവ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. 15 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് അവർക്ക് അന്യരിൽ നിന്നും, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അന്യ ആൾക്കാരിൽ നിന്നും, അതായത് ബന്ധുക്കൾ മിത്രങ്ങളൊന്നും അല്ലാത്തവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർ നമുക്ക് സഹായങ്ങൾ ധാരാളം ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ആകാം. അവർ നമുക്കിപ്പോൾ ആവശ്യമുണ്ട് എന്ന് വിചാരിച്ച് അവർ ചെയ്യും. അതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസത്തില് അവർക്ക് ആരംഭിക്കുന്നതിനൊന്നും ഒരു തടസ്സവും കാണുന്നില്ല. അത് അഥവാ ചെറിയ തടസ്സം വന്നാലും പിന്നീട് അതെല്ലാം ശരിയായി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ബാല്യകാലം കുട്ടികൾക്ക് വളരെ നല്ല കാലം, അത്ര നല്ല കാലവും നമുക്ക് പറയാൻ പറ്റില്ല. ചിലർക്ക് ചില അസുഖങ്ങളൊക്കെ, രോഗങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 5 വയസ്സിന് ശേഷം ഇവർക്ക് നല്ല രീതിയിൽ ജീവിതത്തില് ആരോഗ്യപരമായൊക്കെ പുരോഗതി വരുന്നതായിട്ടാണ് ഈ സമയം കാണാൻ സാധിക്കുന്നത്. ആദ്യമൊക്കെ ബന്ധുക്കളുടെ സഹായങ്ങൾ ലഭിക്കുമെങ്കിലും പിന്നീട് അവർ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില കുട്ടികൾക്ക് ഈ മിനറൽസിന്റെയും അതല്ലെങ്കിൽ മറ്റുള്ള വൈറ്റമിൻ്റെ ഒക്കെ കുറവ് മൂലമുള്ള ചില രോഗങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. അത് ചികിത്സ ഉള്ളതാണ്. വലിയ അസുഖങ്ങളൊന്നും പറയാൻ പറ്റില്ല. വിവിധ ഭാഷകൾ ഇവർക്ക് ഈ ചെറിയ വയസ്സിൽ തന്നെ പഠിക്കാൻ സാധിക്കുന്നു. 15 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങൾ അലട്ടുമെങ്കിലും ജീവിതം മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൃത്യമായ വൈദ്യസഹായം ഇവർക്ക് ലഭിച്ചാൽ ഇതെല്ലാം മാറിക്കിട്ടാനുള്ളതേ ഉള്ളൂ. വിദ്യാഭ്യാസം തുടർന്ന് നടക്കുമെങ്കിലും ചിലർക്ക് ചില തടസ്സങ്ങൾ വരുന്നതായിട്ട് കാണും. ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ ഒക്കെ തടസ്സം ഉണ്ടാകാം. വൈകിയാണെങ്കിലും ഇവർക്ക് മികച്ച വിദ്യാഭ്യാസം നല്ല രീതിയിൽ നേടുന്നതിനുള്ള ഒരു ഭാഗ്യം ഇവർക്കുണ്ട്. നല്ല ജോലി ഇവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനൊക്കെ അവർക്ക് യോഗം കാണുന്നുണ്ട്. ഇതിൽ ചിലർ കലാരംഗത്തും സാഹിത്യ രംഗത്തുമായി ബന്ധപ്പെട്ട രംഗങ്ങളിലൊക്കെ ഇവർക്ക് ഇവരുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ്.
മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നതിനാൽ വളരെ രീതിയിൽ ഉയരങ്ങളിൽ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. സിനിമയിലായിരുന്നാലും മറ്റുള്ള കലാ രംഗങ്ങളായിരുന്നാലും, ഇനി മാത്രമല്ല സാഹിത്യ രംഗങ്ങളായിരുന്നാൽ തന്നെയും അവർക്ക് നാടക രൂപത്തിലായിരുന്നാലും എല്ലാം അവർക്ക് വിജയിക്കുവാൻ അവർക്ക് പറ്റിയ ഒരു സമയമാണ്. ധനവും വീടും വാഹനങ്ങളും അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഇവർക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നു. സ്വന്തം നിലയ്ക്ക് ചേരാത്തവരുമായി വാക്ക് തർക്കം ഒന്നും ഉണ്ടാകാതിരിക്കുന്നത് ഈ സമയം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കൃഷി, തോട്ടം മുതലായവ ഉള്ളവർക്ക് കൃഷി ചെയ്യുന്നതിനും അതുമൂലം ധാരാളം ലാഭം ഉണ്ടാക്കുന്നതിനും ഈ സമയം അവർക്ക് സാധിക്കുന്നു. അതുപോലെ എല്ലാ കാര്യത്തിനും ഒരു ലക്ഷ്യബോധം അവർക്കുണ്ടാകുന്നു. 34 വയസ്സ് മുതൽ 51 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് അവർക്ക് വീടും വാഹനവും സ്ഥലവും എല്ലാം ഈ സമയം സ്വന്തമാക്കുന്നതിന് ഒരു യോഗം ഈ സമയത്തും കാണുന്നുണ്ട്. കലയിലും സാഹിത്യത്തിലും അവർക്ക് ശ്രദ്ധ കൊടുക്കുവാനും മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഈ കാലഘട്ടത്തിൽ സാധിക്കുന്നു. ആരോഗ്യപരമായി പൊതുവെ മെച്ചപ്പെട്ട ഒരു കാലഘട്ടമാണ്. അവർക്ക് ധാരാളം ബന്ധങ്ങൾ അവർക്ക് പല രീതിയിലും ഉണ്ടാകുന്നു. ആരാധകരും ധാരാളം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അവർക്ക് ഇതുവഴി തന്നെ ധാരാളം നേട്ടങ്ങളും ധനലാഭവും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ധനപരമായി തന്നെ ഇവർക്കൊരു സമൃദ്ധി ഉണ്ടാകുന്നു. ശരീരത്തിന്റെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. അലർജിയുടെ ശല്യം കുറയുന്നു. അവാർഡുകളും അംഗീകാരങ്ങളും ബഹുമതികളൊക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ പല രീതിയിലും അവർക്ക് ലഭിക്കാം. ധാരാളം പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകാം. ഏത് രംഗത്തായിരുന്നാലും ഉത്സാഹപൂർണമായ വളരെ ആത്മാർത്ഥതയോടുകൂടി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. കണ്ണിന് ഒരു വിദഗ്ധ ചികിത്സ ഈ സമയം വേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. മാനഹാനി വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈശ്വര അനുഗ്രഹം ഉള്ള ഒരു സമയവും കൂടിയാണ്. 51 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് അശ്രദ്ധ കാട്ടാതിരുന്നാൽ ധാരാളം ധനം ഉണ്ടാക്കാവുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവെ ഗുണകരമായ ഫലങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. ചതിയിലും വഞ്ചനയിലും പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് അന്യദേശത്തേക്കോ വിദേശത്തേക്കോ ഇവർക്ക് പോകേണ്ടതായിട്ട് വന്നേക്കാം. ശത്രുക്കളുടെയും അസൂയാലുക്കളുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടരുത്. ശത്രുക്കളുമായിട്ടോ അല്ലെങ്കിൽ അസൂയാലുക്കളായിട്ടോ യാതൊരു വിധത്തിലും ഒരു ബന്ധം സ്ഥാപിക്കരുത്. അത് നിങ്ങളെ ചതിയിൽപ്പെടുത്തും. യാത്രകളിലും അവരെ നിങ്ങൾ കൂട്ടരുത്. വിദ്യാഗുണം, കലയോടുള്ള അറിവ് നിമിത്തം ഇവർക്ക് ഏത് രംഗത്തായിരുന്നാലും ഇവർക്ക് ഗുണഫലങ്ങൾ ധാരാളം ലഭിക്കുന്നു. ഈ സമയത്ത് കേസുകൾ ഉണ്ടാവാൻ പറ്റിയ ഒരു സമയമല്ല. പുതിയ കേസൊക്കെ കൊടുക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു സമയമല്ല. ആയതിനാൽ ഈ കാലം വളരെ അധികം ശ്രദ്ധിക്കുക. നിലവിൽ കേസുണ്ടെങ്കിൽ വിജയിക്കാൻ സാധിക്കും. 58 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ള 58 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് പുതിയ ഒരു താൽക്കാലിക ജോലി ഇവർക്ക് ലഭ്യമാകാൻ ഒരു സാധ്യതയുണ്ട്. അതും സർക്കാരിന്റെ അധികാരമുദ്ര വെച്ച വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതിനും അധികാരമുള്ള തൽക്കാലത്തേക്കാണെങ്കിലും ഒരു 3-4 വർഷത്തേക്കാണെങ്കിലും അവർക്ക് ആ ഒരു ജോലി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ചിലർക്ക് അന്യദേശവാസമാണ് കാണുന്നത്. ഇവിടെ ജീവിതത്തിലെ സുപ്രധാനമായ പല വഴിത്തിരിവുകളും ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണിത്. വളർത്തുമൃഗങ്ങൾ ഇവർക്ക് ധാരാളം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കൃഷിയിലും ഇവർക്ക് വളരെയധികം തോട്ടങ്ങളും കാര്യങ്ങളും ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. നിധിയോ ലോട്ടറിയോ വഴി ഇവർക്ക് പണം ലഭിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് ലോട്ടറി കണ്ടമാനം പൈസ ചെലവാക്കി ലോട്ടറി ടിക്കറ്റ് എടുക്കരുത്. ഒരു ലോട്ടറി എടുത്താൽ മതി. ഒരു മാസം ഒരു ലോട്ടറി അങ്ങനെ വെച്ച് പോയാൽ മതി. എന്നാൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ധാരാളം ലോട്ടറി ടിക്കറ്റ് എടുത്ത് അതിനൊരു അഡീഷൻ വരരുത്. അത് നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടമേ ഉണ്ടാക്കൂ. പൊതുവെ ഐശ്വര്യം നിറഞ്ഞതായിരിക്കും ഇവരുടെ ജീവിതം. ആഗ്രഹങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ചെറിയ രീതിയിലുള്ള ചില അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ അന്യദേശ വാസം ചെയ്യുന്നവർക്ക് അവിടുന്ന് ധാരാളം ധനം സമ്പാദിക്കാൻ സാധിക്കുന്നു. സ്വദേശത്തും ധനസമ്പാദ്യം നടക്കുന്നതാണ്. വാദത്തിന്റെയും കഫത്തിന്റെയും അലർജിയുടെയും ചില ഉപദ്രവങ്ങൾ ഇവിടെ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. 78 വയസ്സിന് മുകളിലോട്ടുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് ശരീരത്തിന് ഒടിവും ചതവും എല്ലാം വരാൻ സാധ്യതയുള്ളതിനാൽ ഈ സമയം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പലതരത്തിലുള്ള നേട്ടങ്ങൾ വരാമെങ്കിലും ചില രോഗങ്ങൾ ശല്യം ചെയ്യുന്നതിനാൽ ചില സാമ്പത്തിക ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ധനത്തിനും ഐശ്വര്യത്തിനും ചെലവാകുമെങ്കിൽ തന്നെയും പല രീതികളിലും ഇവർക്ക് സമ്പാദ്യ പദ്ധതി ഉള്ളതിനാൽ അതൊന്നും ഒരു പ്രശ്നമായി വരുന്നില്ല. ഈ സമയത്തും അവർക്ക് അംഗീകാരങ്ങളും അവാർഡുകളും ബഹുമതികളും ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു താളത്തിൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. വനപർവ്വതങ്ങൾ നിറഞ്ഞ മേഖലയില്
അവർക്ക് ഒരു വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടി അവിടെയും ഒരു വീട് വെച്ച് ആ വീട് നിർമ്മിച്ച് അവിടെ താമസിക്കുന്നതിന് ചിലർക്ക് യോഗം കാണുന്നുണ്ട്. ഈ സമയത്തും ചിലർ കൃഷി കാര്യങ്ങൾ തോട്ടമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന് കൃഷിയിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ സൂര്യനും ബുധനും കേതുവും കൂടി ചിങ്ങരാശിയിലെ യോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ ഈ യോഗത്തിന് ത്രിഗ്രഹ യോഗം എന്നാണ് പറയുന്നത്. ഈ യോഗത്തിന്റെ ഫലങ്ങൾ എന്നാണ് ഇത് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ ഫലങ്ങൾ വരുന്നത്. കരിയറിലെ ബിസിനസ്സിലൊക്കെ പുതിയ തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഇവർക്ക് ആശയക്കുഴപ്പങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതുമൂലം തടസ്സങ്ങൾ വരാം. പക്ഷേ ഇത് തടസ്സങ്ങളൊക്കെ മാറ്റിയാൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. വാദം, പിത്തം, കഫം മുതലായവയുടെ സന്തുലിതാവസ്ഥയ്ക്കുണ്ടായ വ്യത്യാസം മൂലം ചില അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. മാനസിക സംഘർഷം ഉണ്ടാകാം, അതായത് മാനസിക പിരിമുറുക്കം ഉണ്ടാകാം. അതായത് ഡിപ്രഷൻ മുതലായ മനോവിചാരമുള്ളവർക്ക് ചെറിയ രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട്. എന്നാലും കൃത്യമായ വൈദ്യ സഹായം ലഭിച്ചു കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ ഉള്ളതേ ഉള്ളൂ. ഭയപ്പെടാനൊന്നുമില്ല. സൂര്യൻ സ്വന്തരാശിയായി ചിങ്ങരാശിയിൽ നിൽക്കുമ്പോൾ പ്രതാപവും ഐശ്വര്യവും ആത്മവിശ്വാസവും എല്ലാം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ കേതുവിന്റെ സ്വാധീനം മൂലം ചിലർക്ക് ഈഗോ കൂടുന്നതിനും അതുപോലെ തന്നെ ചിന്താശേഷികളെ മാറ്റിമറിക്കുന്നതിനും ഒരു സാധ്യത വരുന്നുണ്ട്. അതുപോലെ സൂര്യൻ സ്വക്ഷേത്രത്തിൽ ബലത്തിൽ നിൽക്കുമ്പോൾ സമൂഹത്തിൽ അംഗീകാരവും അധികാരവും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. നേതൃത്വ സ്ഥാനവും ലഭിക്കാം. സൂര്യനും കേതുവും കൂടി ചേരുകയാൽ ലൗകിക സുഖങ്ങളിൽ നിന്ന് കുറച്ച് അകന്നു നിൽക്കുന്നതായിട്ടും ആഡംബര ജീവിതത്തിൽ നിന്നും കുറച്ച് അകന്നു നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അങ്ങനെ മാറി അവര് ആത്മീയതയിലേക്ക് തത്വചിന്തയിലേക്ക് വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ബുധൻ കേതുവിനോട് ചേരുമ്പോൾ വിശകലന ശേഷി കൂടുന്നു. അമിതമായ വിശകലന ശേഷി കൂടുന്നത് മൂലം ആശയവിനിമയം, ഒരു മെസ്സേജ് കിട്ടിയാലും നേരിട്ട് പറഞ്ഞ് കേൾക്കുന്നതിനാൽ അതിനെ സസൂക്ഷ്മം കീറിമുറിച്ച് പരിശോധിക്കിയാൽ അതിനൊരു അന്തിമ തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു ആശയക്കുഴപ്പവും മനസ്സിന് സംഘർഷവും ചിലർക്കുണ്ടായേക്കാം. ഇതുമൂലം ചില ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ വരുന്നതിന് സാധ്യതയുണ്ട്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. ഇത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. അതുപോലെ നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് വരുന്ന സെപ്റ്റംബർ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.